നമസ്തേ. ഇന്ന് ആഷാഢമാസത്തിലെ പൗർണമി നാൾ ഗുരുപൂർണിമയായിട്ടാണ് നാം എല്ലാവരും ഈ ദിവസം ആഘോഷിക്കാറ്. എന്നാൽ ഗുരു ആരാണെന്ന് ചോദിച്ചാൽ പൊതുവെ നമുക്കെല്ലാവർക്കും ഏതെങ്കിലും ഒരു അധ്യാപകനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സന്യാസി ശ്രേഷ്ഠന്മാരോ ആണ് മനസ്സിൽ വരിക. എന്നാൽ വാൽമീകി രാമായണത്തിൽ വശിഷ്ഠൻ പറയുന്നു, മനുഷ്യനായി ജനിച്ചവർക്കെല്ലാം 3 ഗുരുക്കന്മാർ എപ്പോഴും ഉണ്ടാകും. അതവരുടെ പിതാവും മാതാവും ആചാര്യനുമാണ്. ശേഷമാണ് മറ്റുള്ള ഗുരുക്കന്മാരെല്ലാം വരുന്നത്. അവരുടെ വാക്കുകൾ വേണം നാം ആദ്യം സ്വീകരിക്കേണ്ടത്. അതിനെ വേണം നാം ആദ്യം പരിപാലിക്കേണ്ടത്. അതെ, അപ്രകാരം അർത്ഥം വരുന്ന 3 ശ്ലോകങ്ങളാണ് നാം ഇന്നിവിടെ കാണുന്നത്. അയോധ്യാകാന്ഡത്തിൽ തന്നെ വിവിധ സന്ദർഭങ്ങളിൽ പറഞ്ഞ 3 ശ്ലോകങ്ങളാണ് നാം ഇന്നിവിടെ ഉദ്ധരിക്കുന്നത്. അതിൽ ആദ്യത്തെ 2 വശിഷ്ഠൻ ശ്രീരാമചന്ദ്രനോട് പറയുന്നതും മൂന്നാമത് ഗുരു ശുശ്രൂഷയുടെ മഹത്വം സീതാദേവിക്ക് രാമചന്ദ്രൻ ഉപദേശിക്കുന്നതുമാണ്. ആ ശ്ലോകങ്ങൾ: പുരുഷസ്യേഹ ജാതസ്യ ഭവന്തി ഗുരവസ്സധാ ആചാര്യശ്ചൈവ കാകുസ്ഥ പിതാ മാതാ ച രാഘവ പിതാ ഹ്യേനം ജനയതി പുരുഷം പുരുഷർഷഭ പ്രജ്ഞാം ദദാതി ചാചാര്യ തസ്മാത് സ ഗുരുരുച്യത്തെ സ്വർഗോ ധനം വാ ധാന്യം വാ വിദ്യാപുത്രാ സുഖാനി ച ഗുരുവൃത്യാനുരോധേന ന കിഞ്ചിതപി ദുർലഭം. ഇതാണ് അവിടെ പുരുഷസ്യേഹ ജാതസ്യ എന്ന വശിഷ്ഠൻ പറയുമ്പോൾ പുരുഷൻ എന്നാൽ അവിടെ മനുഷ്യനെന്ന് വേണം നാം അർത്ഥം ഗ്രഹിക്കേണ്ടത്. മനുഷ്യനായി ജനിച്ചവർക്കെല്ലാം ഭവന്തി ഗുരവസ്സത, ഇപ്പോഴും ഗുരുക്കന്മാരുണ്ടാകും. എത്ര ഗുരുക്കന്മാർ? 3 ഗുരുക്കന്മാർ. അതാരൊക്കെയാണ്? ആചാര്യൻ, പിതാവ്, മാതാവ് എന്നിവരാകുന്നു. പിതാഹ്യേനം ജനയതി, ഈ ശരീരം നൽകിയത് പിതാവാകുന്നു. അതുകൊണ്ട് തന്നെ ഈ ശരീരത്തിനെ പോഷിപ്പിച്ച പിതാവ് ഗുരുവാണ്. എന്നാലോ പ്രജ്ഞാ ദദാതി ചാചാര്യ, പ്രജ്ഞ ശരിയായ ജ്ഞാനം നൽകുന്നത് അവനാണ് ആചാര്യൻ. യഥാവിധി നമുക്ക് വിദ്യ ഉപദേശിച്ച് നമ്മളെ നേർവഴി കാണിക്കുന്നവനാണ് ആചാര്യൻ. അങ്ങനെയുള്ള ആചാര്യനും ഗുരുവാണ്. ആയത് ശിഷ്യവിത് താപഹാരിയാണ് ഗുരു. ശിഷ്യന്റെ ഹിതം മനസ്സിലാക്കി അവന്റെ താപം ഹരിക്കുന്നവനാണ് ഗുരു. അത് നമുക്ക് ആദ്യത്തെ ഗുരുക്കന്മാരായ അച്ഛനിലും അമ്മയിലും നമ്മുടെ ആചാര്യന്മാരിലും നമുക്ക് കാണുവാൻ സാധിക്കും. അവർ കുട്ടിക്കാലം മുതൽ നമുക്ക് ഹിതമായത് നമുക്ക് പറഞ്ഞു നൽകി നമ്മളെ നേർവഴി നയിക്കുന്നവരാണ്. അങ്ങനെയുള്ള ആ ഗുരുക്കന്മാരെ നാം ശുശ്രൂഷിക്കുക. അതാണ് നമ്മുടെ ധർമ്മം. അതായത് അവരുടെ വാക്ക് നാം പാലിക്കുവാൻ ശ്രമിക്കുക. അതാണ് യഥാർത്ഥ ഗുരു ശുശ്രൂഷ. അത് ചെയ്യുകയാണെങ്കിൽ ശ്രീരാമചന്ദ്രൻ പറയുന്നു, സ്വർഗോ ധനം വാ ധാന്യം വാ, സ്വർഗം, ധനം, ധാന്യം, വിദ്യ, സുഖം എന്നിവയെല്ലാം തന്നെ നമുക്ക് ലഭിക്കും. എന്നിട്ട് പറയുന്നു, ഗുരുവൃത്യാനുരോധേന, ഗുരുവിൻ്റെ ശുശ്രൂഷ കൊണ്ട് ലഭിക്കാത്തതായി ന കിഞ്ചിതപി ദുർലഭം, എന്താണ് ലഭിക്കാത്തത്? ആയത് അവരുടെ ആ വാക്കിനെ നാം പാലിക്കുമ്പോൾ അത് തന്നെയാണ് അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗുരു ശുശ്രൂഷ. അത് ചെയ്യുന്നത് മൂലം നമുക്ക് എല്ലാവിധ പുരുഷാർത്ഥങ്ങളും ലഭിക്കും. ഇതാണ് വാൽമീകി രാമായണം നമ്മളോട് പറയുന്നത്. അപ്രകാരം നമുക്ക് ഗുരു ശുശ്രൂഷ ചെയ്യുവാൻ സാധിക്കട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. അങ്ങനെയുള്ള ആ ഗുരുക്കന്മാരുടെ ചരണകമലങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. കൃഷ്ണാർപ്പണമസ്തു.